ഹലോ, ഇന്നൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതിൽ വലിയ പ്രോ ഒന്നുമല്ല, പക്ഷേ ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്നത് ഇത് തന്നെയാണ് കേട്ടോ. ഞാൻ അറിയുന്ന പ്രായത്തിൽ ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് കാച്ചിട്ട് തന്നെയാണ് ഈ എണ്ണ യൂസ് ചെയ്യുക. ഹെയർ ഫോളൊന്നും അതുകൊണ്ട് അധികം വരാറില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കൂട്ടി ഇന്ന് ഒരു വീഡിയോ എടുത്ത് ചെയ്യാമെന്ന് വിചാരിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് ആദ്യം തന്നെ കറ്റാർ വാഴ ഇട്ട് കൊടുക്കാം. കറ്റാർ വാഴ ഇട്ട് കൊടുത്തതിന് ശേഷം നെല്ലിക്ക ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരാൻ ടൈം എടുക്കും കേട്ടോ. കറ്റാർ വാഴയ്ക്ക് നല്ല വേവുണ്ട്. അത് കുറച്ച് നന്നായിട്ടൊരു 2-3 സെക്കൻഡ് നന്നായിട്ട് ഒന്ന് മുരിഞ്ഞ് വന്ന് ഒരു പകുതി വേവാകുമ്പോഴാണ് നമ്മൾ നെല്ലിക്ക ഇട്ട് കൊടുക്കുക. നെല്ലിക്കയും ഇതുപോലെ കുറച്ച് നല്ല വേവുള്ളതാണ്. നെല്ലിക്ക, കറ്റാർ വാഴ, ചെമ്പരത്തി ഇത് മൂന്നും കുറച്ച് ടൈം എടുക്കും വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊരു 10-15 മിനിറ്റ് ടൈം എടുക്കും ആയി വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് ചെമ്പരത്തി ഇട്ട് കൊടുക്കുക. ചെമ്പരത്തി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മൂന്നും കൂടി നന്നായി ഒന്ന് മൊരിഞ്ഞ് വരുന്ന ടൈമിലാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുക. പിന്നെ ഈ കയ്യൊന്നിയും മൈലാഞ്ചിയും കൂടി ഒന്ന് വെച്ചിട്ട് കൊടുക്കുക. ഇതൊക്കെ ചേർത്താൽ പെട്ടെന്ന് റെഡിയാവട്ടെ. ഇത് ലാസ്റ്റ് സമയത്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് റെഡിയാവുന്ന സംഭവങ്ങളാണ്. ഇലകൾ പെട്ടെന്ന് മൊരിഞ്ഞ് വരും. തീ ചെറിയ ഫ്ലെയിമിലാക്കി വെക്കുക, നന്നായിട്ട് മുരിച്ചെടുക്കുക. മൈലാഞ്ചിയും കയ്യൊന്നിയും കൂടി ഇതുപോലെ നന്നായിട്ട് ഒന്ന് പൊരിച്ചെടുത്ത് അതിന് ശേഷം ലാസ്റ്റാണ് നമുക്ക് കറിവേപ്പില ചേർക്കുക. തീ നന്നായിട്ട് കുറച്ച് തന്നെ വെക്കണം കേട്ടോ. ഈ കയ്യൊന്നി നിർബന്ധമായിട്ട് നമ്മൾ ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. മുടിക്ക് നല്ലൊരു സംഭവമാണ്. പിന്നെ ഇതേപോലെ നമ്മൾ കറിവേപ്പിലയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി കഴിഞ്ഞു. ഇതിൻ്റെ തലയൊക്കെ ഇങ്ങനെ കൂൾ ഡൗൺ ആയി കഴിയുന്ന സമയത്താണ് നമുക്കിതായി എന്ന് മനസ്സിലാവാതെ. ഇത് ഞാനിപ്പോൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഹെയർ ഓയിൽ റെഡി. നല്ല എണ്ണ കേട്ടോ. ഞാൻ കുറേ കാലമായിട്ട് യൂസ് ചെയ്യുന്ന എണ്ണയാണ്. നമുക്ക് മുടി പൊഴിച്ചിൽ കാര്യങ്ങളൊന്നും വരില്ല. ട്രൈ ചെയ്ത് നോക്കാം, സപ്പോർട്ട് ചെയ്യാം.